ഇപ്പോൾ തേവലക്കര സ്കൂളിന് മുന്നിൽ നിന്ന് രാജ്കുമാർ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. രാജ്കുമാർ, ഏതായാലും സ്കൂൾ മാനേജ്മെന്റിനെ പിരിച്ചുവിടാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. നേരത്തെ മന്ത്രി ശിവൻകുട്ടി ഇക്കാര്യത്തിൽ മാധ്യമങ്ങളോട് വിശദീകരിക്കുകയും ചെയ്തു. മാത്രമല്ല, മാനേജരെ അയോഗ്യനാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഏതായാലും സ്കൂളിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ ഒരു പിഴവ് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് വൈദ്യുത വകുപ്പ് KCB നഷ്ടപരിഹാരം നൽകിയിട്ടുണ്ട്. മാത്രമല്ല, അന്ന് തന്നെ മന്ത്രി പറഞ്ഞതാണ് ഈ സ്കൂളിന് പിഴവ് പറ്റിയിട്ടുണ്ട്, അതിൽ നടപടി ഉണ്ടാകും. ഇപ്പോൾ നടപടി വന്നിരിക്കുന്നു. എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? മാനേജ്മെന്റിന്റെ പ്രതിനിധികൾ ആരെങ്കിലും ഇത് സംബന്ധിച്ച് എന്തെങ്കിലും പ്രതികരിച്ചിട്ടുണ്ടോ? അല്പസമയത്തിനകം സ്കൂൾ മാനേജർ തുളസീധരൻ പിള്ള മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അവർക്ക് പറയാനുള്ളത് അവർ പറയുന്നുണ്ട്. നിലവിൽ സർക്കാരിൻ്റെ ഉത്തരവ് ഇപ്പോൾ മന്ത്രി വാർത്താസമ്മേളനത്തിലൂടെ അറിയിച്ചു. ഇനി സർക്കാരിൻ്റെ ഉത്തരവ് കിട്ടുന്ന മുറയ്ക്കായിരിക്കും അദ്ദേഹം ഇതിൻ്റെ സ്ഥാനമാനങ്ങളെല്ലാം നിന്ന് മാറുക. അപ്പോൾ അതുവരെ അദ്ദേഹത്തിന് സമയമുണ്ട്. അപ്പോൾ അദ്ദേഹം അതിനു മുമ്പ് സ്കൂൾ മാനേജർ എന്ന ചുമതല നിർവഹിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം കാര്യങ്ങൾ പറയാനുള്ളത് പറയും. നേരത്തെ ഞാൻ അല്പം മുമ്പ് സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾക്ക് ഇത് ആരോടും ഒരു ഏറ്റുമുട്ടലിനോ അല്ലെങ്കിൽ വെല്ലുവിളിക്കാനോ ഒന്നുമില്ല. ഞങ്ങൾ മിഥുൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിയാത്തതിൽ ശിരസ് കുനിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. കുറ്റബോധമുണ്ട്. അത് ഇപ്പോഴും അന്നും പറഞ്ഞിരുന്നു, ഇപ്പോഴും പറയുന്നു. ഞങ്ങൾക്ക് അതിനകത്തൊന്നും യാതൊന്നും പറയാനില്ല. പക്ഷേ 40 വർഷമായി തുടരുന്ന ഒരു വൈദ്യുതി ലൈനാണത്. അന്നു മുതലേ ഉള്ള ആളുകൾക്ക് ഇതിൽ ബന്ധമില്ലേ എന്നൊരു ചോദ്യം അദ്ദേഹം തിരിച്ച് ചോദിച്ചിട്ടുണ്ട്. അതിനിപ്പോൾ അദ്ദേഹം അതിന് മറ്റുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുമെന്ന് കരുതുന്നു. നിലവിൽ ഇപ്പോൾ സ്കൂളിൻ്റെ PTA എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം സ്കൂളിൽ ചേർന്നുകൊണ്ടിരിക്കുന്നു. അവിടെയും ഇതുവരെയുള്ള കാര്യങ്ങൾ മന്ത്രിയുടെ സംബന്ധിച്ചിട്ടുള്ള വാർത്താ സമ്മേളനത്തിൻ്റെ വിവരങ്ങൾ അദ്ദേഹത്തിന് ഇത് അനൗദ്യോഗികമായി മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. ഔദ്യോഗികമായിട്ടുള്ള അതിൻ്റെ കുറിപ്പ് മാനേജർക്ക് ഇതുവരെ വന്നിട്ടില്ല. അത് കിട്ടിയ ശേഷമായിരിക്കും അദ്ദേഹം പ്രതികരിക്കുക. എന്തായാലും മിഥുൻ എന്ന് പറയുന്ന നമ്മുടെ ഒരു വിദ്യാർത്ഥി നാളെയുടെ ഭാവി വാഗ്ദാനമാണ്. ഇവിടെ ഈ വൈദ്യുതി ആഘാതമേറ്റ് അദ്ദേഹത്തിൻ്റെ ജീവൻ പൊലിഞ്ഞു പോയത്. അതിൽ കുറ്റവാളികൾക്കെതിരെയുള്ള നടപടിയുടെ ഭാഗമായാണ് ഇപ്പോൾ സ്കൂൾ മാനേജ്മെൻറ്റിന് ഇതിൽ ഒരു അശ്രദ്ധ പറ്റി, അല്ലെങ്കിൽ അതൊരു അപകടമാണെങ്കിൽ പോലും അശ്രദ്ധ സംഭവിച്ചു. അത് വേണ്ട വിധം കൈകാര്യം ചെയ്യുന്നതിൽ പരാജയപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ള സർക്കാരിൻ്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ നടപടിയുടെ ആ ഒരു റിപ്പോർട്ടിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മന്ത്രി ഇതുപോലെയുള്ള മാതൃകാപരമായ നടപടിക്ക് മുതിർന്നിരിക്കുന്നത്. സ്കൂൾ മാനേജർ ഇതിനകത്ത് അദ്ദേഹത്തിനെ അയോഗ്യനാക്കി. ഒപ്പം സ്കൂൾ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നതിനെ പിരിച്ചുവിട്ടു. നിലവിൽ സ്കൂൾ മാനേജറുടെ ചുമതല കൊല്ലം DOയ്ക്കാണ് കൈമാറിയിരിക്കുന്നത്. ഇനി DO ആയിരിക്കും അടുത്ത കുറേ കാലങ്ങളിലേക്ക് ഇതിൻ്റെ ഈ അഡ്മിനിസ്ട്രേഷനൊക്കെ നടപ്പിലാക്കുക. നിലവിൽ ധാരാളം ഫണ്ട് സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റിക്ക് ഉണ്ട്. ആ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് സ്കൂളിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നടത്താൻ കഴിയും. അത് സർക്കാർ ഏറ്റെടുക്കുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും അദ്ദേഹം ഇതുവരെ പറഞ്ഞിട്ടുമില്ല. സംസ്ഥാന ഗവൺമെൻറ് അങ്ങനെ ഒരു ഇതിനകത്ത് എന്തെങ്കിലും ഒരു താല്പര്യമുള്ളതായി നമുക്ക് അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നുമില്ല. അങ്ങനെയൊന്നുമില്ല. ഇനിയിപ്പോൾ സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ ചുമതല DOയ്ക്കാണെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി അതായത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് പോലീസ് കേസെടുത്ത് അന്വേഷണം തുടരുന്നുണ്ട്. കോടതിയിൽ ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പോലീസ് സമർപ്പിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ അന്വേഷണങ്ങളും കുറ്റപത്രം ഉൾപ്പെടെ സമർപ്പിക്കുകയായിരിക്കും പോലീസ് ചെയ്യുക. അതേസമയം തന്നെ ഇതിൽ മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്താണ് UDF ഭരിക്കുന്ന ഗ്രാമപഞ്ചായത്ത്. അവരാണ് ഇതിനൊരു ഫിറ്റ്നസ് നൽകിയത്. ഈ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ഈ സ്കൂൾ പ്രവർത്തിക്കുമില്ലായിരുന്നു, അധ്യയനം തുടങ്ങാൻ കഴിയില്ലായിരുന്നു, മിഥുൻ്റെ ജീവൻ നഷ്ടപ്പെടുകയുമില്ലായിരുന്നു. അപ്പോൾ അവർക്കും ഇതിനകത്ത് വളരെ വ്യക്തമായ പങ്കുണ്ട്. ധാർമ്മികതയുടെ പേരിൽ അവർക്ക് ആ UDFൻ്റെ ആ സ്ഥാനത്തിരുന്നുകൊണ്ട് UDFൻ്റെ നേതാക്കൾ അല്ലെങ്കിൽ അതിൽ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെയും RSPയുടെയും നേതാക്കൾ അതിന് സമൂഹത്തോട് സമാധാനം പറയുന്നതിന് പകരം ഇവിടെ വന്ന് രാഷ്ട്രീയ നാടകം കളിക്കാനാണ് ഈ കാലയളവിൽ അവർ ശ്രമിച്ചിട്ടുള്ളത്.